തിരുവനന്തപുരം വെള്ളറടയിൽ 13കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളറട സ്വദേശികളുടെ മകൻ അഭിലേഷാണ് മരിച്ചത്. കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, അതിദാരുണമായ സംഭവം ദുരൂഹതയുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? നയന, ഇന്ന് രാവിലെയാണ് ദുരൂഹ സാഹചര്യത്തിൽ 13 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളറടയിലുള്ള അമ്പല ജംഗ്ഷനിലുള്ള കുട്ടിയുടെ വീട്ടിന് തൊട്ട് മുൻപിലാണ്. ഈ വിവരമറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആകെ വിഷമത്തിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തിടത്ത് പെട്ടെന്നായിരുന്നു ഈ കുഞ്ഞിൻ്റെ ആത്മഹത്യ എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്ന സംഭവമായി നിലനിൽക്കുന്നത്. സ്കൂളിലായ വീട്ടിലായാലും യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത കുഞ്ഞിന് എങ്ങനെയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാരണത്താൽ തന്നെയാണ് ഏവരും അത്ഭുതപ്പെട്ട് തന്നെ നിൽക്കുന്നത്. കാരണം ഇന്ന് രാവിലെ അപ്പൂപ്പൻ മീൻ മേടിക്കാൻ വേണ്ടി ചന്തയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുരൂഹ സാഹചര്യം എന്ന് പറയാൻ കാരണം കുഞ്ഞിൻ്റെ പുറകിൽ കൈ കെട്ടിയ നിലയിലായിരുന്നു ഈ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിൻ്റെ തൊട്ട് മുൻപിലാണ്. ഈ വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയിലെ ജനൽ കമ്പിയിലാണ് കുഞ്ഞ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യം കാണുന്നത് ഈ ചന്തയിൽ നിന്ന് തിരിച്ചു വന്ന അപ്പൂപ്പനാണ്. തുടർന്ന് നാട്ടുകാരെയും പോലീസുകാരെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഫോറൻസിക് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയാണ്. ഇവിടെ കുട്ടിയുടെ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ ഈ സ്ഥലത്തുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കുട്ടിയുടെ സ്കൂളിലെ ടീച്ചറാണ്. എങ്ങനെ സ്കൂളിൽ എന്തെങ്കിലും അങ്ങനെയൊന്നുമല്ല, ഒരു നിഷ്കളങ്കനാണ്, പാവ ചെറുക്കൻ. അവനെ ആരും ദേഷ്യപ്പെടാറുമില്ല. കുട്ടികൾ പോലും അവൻ്റെ അടുത്ത് അങ്ങനെ പറയാറൊന്നുമില്ല. ഒരു പാവ ചെറുക്കനാണ്. പക്ഷേ അവനങ്ങനെ ചെയ്യുമെന്ന് ഒക്കെ ചെയ്യുകയില്ല. എന്താ പറയുക, ഒരു കൈൻഡ്നെസ്സാണ്. അവനെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാം, ഒരു ചിരിച്ച മുഖം. അത് തന്നെയാണ് അവനെപ്പോഴും. ഒരു ചിരിച്ച മുഖത്തോടെ ടീച്ചറെ എന്ന് വിളിക്കണേലും അതിനൊരു എളിമയുണ്ട് അവൻ. ടീച്ചറെ, ഇപ്പോൾ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ലേ? ഇന്ന് നമുക്ക് പാരൻസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ക്ലാസ് ഇല്ലാത്ത. സ്കൂളിലൊന്നും അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞാണ്. അതായത് ഭയങ്കര ആക്റ്റീവൊന്നും പറയാനില്ല, പക്ഷെ ലോ എന്നും പറയാനില്ല. ഒരു മീഡിയമാണ് അവൻ. സൈലൻ്റാണ്, പക്ഷെ എല്ലാത്തിനും. ഇപ്പോൾ ഒരു സ്കൗട്ടിൽ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാം ചെയ്യണം, ടീച്ചർ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ. അവൻ എന്താ പറയുക, അങ്ങനെ ഒരു നിഷ്കളങ്കനാണ്. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല ആരുമായിട്ട്, കുട്ടികളുമായിട്ടും ഇല്ല. നമ്മളടുത്ത് അവൻ ഇന്ന് വരെ വന്ന് ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പാവ. നിലവിലിപ്പോൾ മരിച്ച കുട്ടിയുടെ അഭിലേഷ് കുമാറിൻ്റെ സ്കൂളിലെ അധ്യാപികയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചത്. കുട്ടിയെ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്നുള്ള ആശ്ചര്യത്തിലാണ് നാട്ടുകാരും അധ്യാപകരും ഒപ്പം കുടുംബാംഗങ്ങളടക്കമുള്ളത്. ഒരുപക്ഷെ എനിക്ക് പുറകിലായിട്ട് നയനക്ക് കാണാൻ സാധിക്കും, ഒരുപാട് നാട്ടുകാരാണ് ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തുന്നത്. പലതരത്തിലുള്ള ദുരൂഹതകൾ ബാക്കിയാക്കുകയാണ്. കുട്ടിയെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെങ്കിലും കൈകൾ പുറകോട്ടേക്ക് കെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇതാണ് ആളുകളിലേക്ക് സംശയം ജനിപ്പിച്ചത്. ഇനി ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ കുഞ്ഞിനെ എന്നടക്കം സംശയമുള്ളത്. വീടിൻ്റെ പുറകുവശത്ത് വലിയ തരത്തിലുള്ള റബ്ബർ തോട്ടമാണുള്ളത്. ഇനി അതുവഴി ആരെങ്കിലും കടന്നോ എന്നടക്കമുള്ള പരിശോധനകൾ അടക്കം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അവിടെ ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന തുടരുകയാണ്. എന്തായാലും പോലീസിൻ്റെ വിശദീകരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം, നാടിനെ ഞെട്ടിച്ചൊരു സംഭവം പുറത്തേക്ക് എത്തുന്നത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കുഞ്ഞ് ചിരിച്ച നിലയിൽ അരമണിക്കൂർ മുമ്പ് ഈ മുറ്റത്ത് ചിരിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുക എന്ന് പറയുന്നത് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. കുഞ്ഞ് എന്തിനാണ് ഇത് ചെയ്തത് എന്ന കാര്യമാണ് വീട്ടുകാർ പോലും ചോദിക്കുന്നത്. വീട്ടിൽ
വീട്ടിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത കുഞ്ഞായിരുന്നു. സ്കൂളിലും പ്രശ്നങ്ങളില്ല. അവൻ എപ്പോഴും ചിരിച്ച നിലയിൽ മാത്രം കണ്ടുവരുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞിന് എന്താണ് പറ്റിയത് എന്നതിൻ്റെ അങ്കലാപ്പിലാണ്, അത്ഭുതത്തിലാണ് എല്ലാവരും ഉള്ളത്. എന്തിനാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കുഞ്ഞ് കടന്നത് എന്നതാണ്. അതായത് ഒരു 13 വയസ്സുകാരനായ കുട്ടി എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതും കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലാണ്. ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം അടക്കം എപ്പോൾ ലഭിക്കും? നയന, പക്ഷേ പോലീസ് പറയുന്നത്, അതായത് ജനൽ കമ്പിയിൽ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കൊണ്ട് കൈകൾ പുറകോട്ട് കെട്ടിയിട്ട് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമമുണ്ടോ എന്നൊരു കാര്യം പോലീസ് സംശയത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആരെങ്കിലും ഒരാൾ അപകടപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് നാട്ടുകാരും വീട്ടുകാരും പങ്കുവെക്കുന്നത്. കാരണം ആ സമയം വരെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാത്ത കുഞ്ഞിനെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ഇതിന് പുറകിലെ സംഭവം എന്നറിയാനാണ് നാട്ടുകാർ, എന്താണെന്നറിയാതെയാണ് നാട്ടുകാർ പകച്ചു നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്ത 2ാം നിലയിലെ ജനൽ ഭാഗത്തും ഒപ്പം വീട്ടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ പോലീസിന്റെ സംഘം പരിശോധന തുടരുകയാണ്. ഈ പ്രദേശത്ത് വിവരമറിഞ്ഞ് ഈ നാട്ടുകാരൊക്കെ ഈ വീട്ടിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ആത്മഹത്യ, അതും 13 വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ ആളുകൾ ഞെട്ടലിലാണുള്ളത്. ആത്മഹത്യയാണോ അതോ കയ്യിൽ കുട്ടിയെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്ന്, ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന് ഉൾപ്പെടെ സംശയത്തിൻ്റെ നിഴലിലാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും സംഭവം ആദ്യം കണ്ടത് കുട്ടിയുടെ അപ്പൂപ്പനാണ്. ഈ സമയത്ത് അമ്മയും അച്ഛനും ഉൾപ്പെടെ വീട്ടിലില്ലാത്ത സമയമാണ്. അപ്പൂപ്പൻ മാത്രമായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ശേഷം അപ്പൂപ്പൻ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. മീൻ വാങ്ങിക്കാൻ പോയി ചന്തയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ കുഞ്ഞിനെ ഈ ദാരുണമായ നിലയിൽ, മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൈകൾ പുറകിൽ കെട്ടി ജനൽ കമ്പയിൽ തൂങ്ങിയ നിലയിൽ കാണുന്നത്. എന്താണ് പറ്റിയത് എന്നറിയാതെ നാട്ടുകാരെയും പോലീസിനെയും ഉൾപ്പെടെ വിളിച്ചുകൂട്ടി ഇപ്പോഴും കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ ഈ വീട്ടിനുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ തകർന്ന അവസ്ഥയിലാണുള്ളത്. മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ആകെ നാട്ടുകാർ ഉൾപ്പെടെ വീട്ടുകാരുൾപ്പെടെ കുഞ്ഞിന് എന്തു പറ്റി എന്നതിൻ്റെ ഞെട്ടൽ ഇതുവരെ മാറാതെ നിൽക്കുകയാണ് നയന. എന്തായാലും സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും നിലവിൽ ഇത് ആത്മഹത്യ എന്നതാണ് പോലീസും വിലയിരുത്തുന്നത്. ശരി, തിരുവനന്തപുരം വെള്ളറടയിലാണ് 13-കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളറട സ്വദേശികളുടെ മകൻ അഭിലേഷാണ് മരിച്ചത്. കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. എന്തായാലും ഫോറൻസിക് പരിശോധന അടക്കം ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് നൽകിയത്.